PR ശിവശങ്കറിനോടാണ് ഇനി അതിൻ്റെ വിശദീകരണങ്ങൾ ചോദിക്കാനുള്ളത്. അദ്ദേഹത്തിനോട് ഇപ്പോൾ നമുക്ക് അന്വേഷിക്കാനുള്ളത്, ശിവശങ്കർ സാർ പ്രത്യേകം ശ്രദ്ധിച്ച് പറയേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, അതായത് സ്വത്തിൻ്റെ വിതരണത്തിൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്ന ഒരു കൃത്യമായ നിലപാടാണ്. തീർച്ചയായും ഈ രാജ്യമുണ്ടായ കാലം തൊട്ടുള്ള സ്വത്തിൻ്റെ വിതരണത്തിൻ്റെ വിഷയമാണത് എങ്കിൽ കൂടി അത് ഈ അവസാന കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഈ നാലാം സ്ഥാനത്തേക്ക് ഭാരതം എത്തിയ ഒരു സാഹചര്യത്തിൽ പോലും അക്കാര്യത്തിൽ ഒരു വീഴ്ച ഉണ്ടാകുന്നു എന്നാണ് ആരോപണമായി വരുന്നത്. അത് ഏത് രീതിയിലാണ് പരിഹരിക്കപ്പെടുന്നത്? ഏതെങ്കിലും പ്രത്യേക മിഷൻ അതിനെ തയ്യാറായിട്ടുണ്ടോ? ആ മിഷൻ്റെ ബെനിഫിറ്റാണോ? എന്താണിത്? ഞാൻ ആ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ, നേരത്തെ പറഞ്ഞ പോലെ ട്രിക്കി സയൻസ് എന്ന് പറഞ്ഞതുപോലെ, ഈ സ്വത്തിന്റെ വിതരണത്തിലുള്ള സ്വത്തിന്റെ വിതരണം കൃത്യമായി നടക്കണം എന്ന് പറയുമ്പോൾ അത് നടക്കുന്നുണ്ട്. പക്ഷേ ചില രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയുള്ള അത്തരം വിതരണം അല്ലെങ്കിൽ വിഭജനമെല്ലാം കോടതി ഇടപെടുന്നതുകൊണ്ടാണ് നീണ്ടുപോകുന്നത്. അവരൊക്കെ ജാമ്യത്തിലാണ്. അതുകൊണ്ട് പല സ്വത്തും വിതരണം ചെയ്യാൻ പറ്റുന്നില്ല. ജനങ്ങളുടെ സ്വത്ത് കൈയേറി വെച്ചിട്ടുള്ള ചില പത്രങ്ങളുടെയും എല്ലാം സ്വത്ത് കൈയേറി വെച്ചിട്ടുള്ള പല നേതാക്കളുടെയും സ്വത്ത് കൃത്യമായി വിതരണം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമമുണ്ട്. ഞാൻ ആ വിഷയത്തെ കടക്കാം. എനിക്ക് അടുത്ത ചാനൽ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് മോഹൻ വർഗീസ് ഞാൻ ആദ്യം എന്റെ ഊഴത്തിന് മുൻപ് കയറി ചോദിച്ചിറങ്ങുന്നത്. ശ്രീ ഹരിയുടെ ചിരി കുറച്ചു നാൾ കഴിഞ്ഞിട്ടാണ് എത്ര സത്യസന്ധമായിട്ടുള്ള ഒരു ചിരി കോൺഗ്രസ്സുകാരൻ ചിരിക്കുന്നത്. അത് ഹരിയുടെ വ്യക്തിപരമായ ചിരിയല്ല, അത് കോൺഗ്രസിന്റെ DNA യിലുള്ള ചിരിയാണെന്ന് എനിക്കറിയാം. കാരണം ഉള്ളി പൊളിച്ചതുപോലെ എന്ന് പറഞ്ഞ് എക്കണോമിക്സും അല്ലെങ്കിൽ ഇന്ത്യയുടെ തകർച്ച പറയുമ്പോൾ ഒരു ഉള്ളിൽ നിന്നുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് ഇന്ത്യയുടെ തകർച്ച പറയുമ്പോൾ പല കോൺഗ്രസ് നേതാക്കളും ചിരിക്കുന്നതാണ്. ഹരിയുടെ ഞാൻ പ്രതീക്ഷിച്ചില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒന്നിടവിട്ട് കാര്യങ്ങൾ നോക്കൂ. ഒന്ന്, ഇന്ത്യയിലെ എക്കണോമി അല്ലെങ്കിൽ ആളോഹരി വരുമാനം എങ്ങനെയാണ് കുറയുന്നത് എന്ന് അദ്ദേഹം സമർത്ഥിച്ചു. അത് അദ്ദേഹം പറയുന്നത് പോലെ വിദേശ എക്സ്പെർട്ടുകളുടെയും കണക്കുകളുടെയും അടിസ്ഥാനത്തിൽ ശരിയായിരിക്കാം. പക്ഷെ അതിലുള്ള തെറ്റ് നോക്കൂ. ഇപ്പോ അമേരിക്കൻ പോപ്പുലേഷനും അമേരിക്കൻ എക്കണോമിയും പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ദ പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ എക്കണോമി. ഇതാണല്ലോ അതിന്റെ ഇത് വരുന്നത്, ആളോഹരി വരുമാനം. ഞാൻ ദീർഘമായി പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോ ഒരു കുടുംബത്തിൽ 100 രൂപ വരുമാനമുണ്ടെങ്കിൽ അവിടെ 50 പേരുണ്ടെങ്കിൽ അവരുടെ GDP എത്രയായിരിക്കും, അല്ലെങ്കിൽ അവിടെ 5 പേരുണ്ടെങ്കിൽ അവരുടെ GDP എത്രയായിരിക്കും. അതുകൊണ്ട് എങ്ങനെ കുറയുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നുള്ള, ഇപ്പോ കേരളത്തിൽ നിന്ന് പല ആളുകളടക്കം പണക്കാര് വിദേശത്ത് പോയി താമസിച്ചാൽ അവിടെ GDP കൂടും. അതുകൊണ്ട് അത്തരത്തിലുള്ള GDP-യുടെ കണക്ക് കൂട്ടരുത്. രണ്ട്, ഭാവിയിൽ പോപ്പുലേഷന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് അത് ഗുണകരമാവും എന്നുള്ള ശാസ്ത്രവും എല്ലാം വിദേശ ശാസ്ത്രജ്ഞന്മാരെയും ശാസ്ത്രം അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം മൻമോഹൻ സിംഗിലോ ചിദംബരത്തിലോ അവസാനിക്കുന്നു എന്നുള്ള വിശ്വാസവും ശ്രീ ഹരിക്ക് ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിലുള്ള ഒരു കണക്കുകൾ കൂടി അദ്ദേഹം പഠിക്കാൻ തയ്യാറാവണം. രണ്ട്, അദ്ദേഹം പറഞ്ഞത് ദ ഡിവിഷൻ ഓഫ് ലേബർ, ഈ വരുമാനം താഴേക്ക് വരുന്നില്ല, ഇറ്റ്സ് ഓൺലി ഗോയിങ് ടു ദ 1 മില്യൺ പീപ്പിൾ എന്ന് അദ്ദേഹം ഏതോ ഒരു ശാസ്ത്രജ്ഞനെ കുറിച്ച് പഠിച്ചു എന്ന് പറഞ്ഞു. നമുക്കറിയാം കാറൽ മാർക്സിനെ തൊട്ട് ഞാനൊന്ന് പറഞ്ഞു തീർത്തോളൂ സാർ. കാറൽ മാർക്സ് തൊട്ട് ഇങ്ങോട്ട് ഇന്ത്യയെ കുറിച്ച് പഠിച്ചപ്പോൾ തെറ്റുകൾ നമുക്കറിയാം. നോക്കൂ, ഞാൻ താങ്കളോട് സാധാരണ ജനങ്ങൾക്ക്, ഇത്രയും എക്കണോമിക്സ് ഒന്നും അറിയാത്ത ആളുകളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിൽ ഈ ഗ്രോത്ത് നടക്കുമ്പോൾ എങ്ങനെയാണ് 2 വീലർ സെയിൽസ് കൂടുന്നത്, എങ്ങനെയാണ് ട്രാക്ടർ സെയിൽസ് കൂടുന്നത്, എങ്ങനെയാണ് കാർഷിക വിള വർധനവ് നടക്കുന്നത്, അവിടെ MSPയുടെ വില വർധന എങ്ങനെയാണ് ഈ സർക്കാർ വന്നപ്പോൾ ഇരട്ടിയാക്കി മാറ്റിയത്, MSP മിനിമം പ്രൈസ്, പർച്ചേസിംഗ് പ്രൈസ്, ഇതെല്ലാം കൂടിയത് എങ്ങനെയാണ് ഇരട്ടിയായത്? അപ്പൊ ഇതൊന്നും ഗ്രാമത്തിലേക്ക് വരുന്നില്ലേ? ഗ്രാമത്തിൽ വരുമാനം ഇല്ലാഞ്ഞിട്ടാണോ അംബാനിയും അദാനിയും ടാറ്റയും ബിർളയും ചേർന്നിട്ടാണോ 2 വീലർ, ഹോണ്ടയുടെ ഒക്കെ 2 വീലർ വാങ്ങുന്നത്, സ്കൂട്ടർ വാങ്ങുന്നത്? അവരാണോ ട്രാക്ടർ വാങ്ങി കൃഷി ചെയ്യുന്നത്? അപ്പൊ ഗ്രാമങ്ങളിൽ ഇത്രയേറെ വികസനം നടക്കുന്നു. പിന്നെ നിങ്ങളുടെ ചിദംബരം, മൻമോഹൻ സിംഗ് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ എക്കണോമിസ്റ്റ് ആണല്ലോ പറഞ്ഞത് ഡിമോണിറ്റൈസേഷൻ ബിക്കം ഒരു ഫാന്റസി ആവും, തെറ്റാവും. അതേപോലെ തന്നെ ഈ ഡിജിറ്റലൈസേഷൻ നടക്കില്ല എന്ന് പറഞ്ഞത് അത് എത്രത്തോളം, ഇപ്പൊ താങ്കൾ തന്നെ പറയുന്നു അത് വളരെ ഉത്തമമായി നടന്നു ഗ്രാമത്തിൽ, താങ്കൾക്ക് പോലും വിശ്വസിക്കേണ്ടി വന്നു. അതേപോലെ നോട്ട് നിരോധനം കൊണ്ട് നിങ്ങൾക്ക് കുറെ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അറിയാം. അതുകൊണ്ട് ഇന്ത്യ തകരും. GST വന്നപ്പോൾ ഇന്ത്യ തകരും, നിങ്ങൾ പ്രഡിക്ട് ചെയ്തതല്ലേ. കോവിഡ് വന്നപ്പോൾ 10% മരിക്കും, നിങ്ങൾ പ്രഡിക്ട് ചെയ്തതല്ലേ. ഇത്തരത്തിൽ വിദേശ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു വന്നിട്ട് ഇന്ത്യൻ സംസ്കാരത്തെയും, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ത്യൻ ശാസ്ത്രത്തിൽ ഊന്നിയ വികസനമാണ് നമുക്ക് വേണ്ടത്. അല്ലാണ്ട് വിദേശ ശാസ്ത്രജ്ഞന്മാരെ അവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെ രാജകൃഷ്ണൻ അടക്കം, ചിദംബരം അടക്കം, മൻമോഹൻ സിംഗ് അടക്കം മുന്നോട്ട് വെച്ച ഫ്രണ്ട് ലോഡ് എക്കണോമി എന്ന ശാസ്ത്രീയമായ
വികസനമായി എന്ന് നിങ്ങൾ പറഞ്ഞിരുന്ന കോവിഡ് അനന്തര ഒരു സിസ്റ്റത്തെ നിങ്ങൾ തന്നെ ഇപ്പൊ തള്ളി പറഞ്ഞില്ലേ, ഇന്ത്യ ഗ്രോത്ത് പീരീഡ് ആയില്ലേ. മറ്റു രാജ്യങ്ങളെല്ലാം തകർന്നടിഞ്ഞപ്പോൾ അല്ലെങ്കിൽ മുന്നേറ്റം, അവരുടെ ഉയർച്ച, അവരുടെ സാമ്പത്തിക ഉയർച്ച കുറഞ്ഞപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല 8ഓ 6ഓ 7ഓ എല്ലാം വരുന്നുള്ളൂ. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സിസ്റ്റത്തിന് അനുയോജ്യമായ, ഇന്ത്യൻ ശാസ്ത്രീയമായ മുന്നേറ്റത്തിൽ ഊന്നിയ ഒരു സാമ്പത്തിക വ്യവസ്ഥ കൂടി വേണമെന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇത്തരം എക്സ്പെർട്ടൈസുകളെയല്ല, ഇത്തരം എക്സ്പെർട്ടൈസുകൾ മുന്നോട്ട് വയ്ക്കുന്ന നോട്ട് നിരോധനത്തെ കുറിച്ചായാലും ഡിജിറ്റലൈസേഷനെ കുറിച്ചായിട്ടുള്ള ധാരണയല്ല വേണ്ടത് എന്നുകൂടി ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം ബ്ലണ്ടറുകൾ, അത് കാർഷിക കേരളത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് ഇത്തരം പൊളിറ്റിക്കൽ ബ്ലണ്ടറുകളെയും നിങ്ങളെ ഇന്ന് പ്രതിപക്ഷത്ത് മാറ്റിയിരുത്തിയിരിക്കുന്നത് 3 തവണയായിട്ട്. അതുകൊണ്ട് സാധാരണ നിങ്ങൾ നോക്കൂ, UP-യിലേക്കുള്ള അവിടുത്തെ ഗ്രോത്ത് നോക്കൂ, കേരളത്തിലേക്കുള്ള ഗ്രോത്ത് നോക്കൂ. ഏത് രാജ്യത്തിലായാലും പോപ്പുലേഷൻ വൈസ്, നിങ്ങൾ പറഞ്ഞല്ലോ, പോപ്പുലേഷൻ വൈസിലുള്ള ഒരു വലിപ്പം അനുസരിച്ച് ബീഹാർ രാജ്യങ്ങൾക്ക്, ബീഹാറിലെയും UP-യിലെയും ഉള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കൊടുക്കണ്ട. അപ്പൊ നിങ്ങൾ സോഷ്യലിസം വേണ്ടെന്നാണോ, അവിടെ പട്ടിണി കിടന്നോട്ടെ എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പൊ നിങ്ങളുടെ വാദമുഖങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള വിരുദ്ധ ഒരു രീതിയുണ്ട്. അത്തരത്തിൽ വികസിത ഒരു മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് പോപ്പുലേഷൻ വൈസ് മാത്രമല്ല ഇന്ന് നീതി ആയോഗ് പണം ചിലവിടുന്നത് അല്ലെങ്കിൽ അതിന്റെ പെർസെന്റേജ് മാറ്റിവെക്കുന്നത് മറ്റ് പല ഗ്രോത്തിന്റെയും അടിസ്ഥാനത്തിലും മറ്റു കാര്യത്തിലും കൂടിയാണ് എന്ന് മനസ്സിലാവാഞ്ഞിട്ടല്ല ഹരി ഇത്തരത്തിൽ തെറ്റായ ഉപമകളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ കേന്ദ്രവും ഒരുമിച്ച് വളരണം. അതുകൊണ്ട് തന്നെയാണ് നീതി ആയോഗ് മുന്നോട്ട് വെച്ചത്. ഇത് സംസ്ഥാനം കൂടി വിഷൻ ടാർഗറ്റ് വെക്കണം, വിഷൻ ഒരു ഡോക്യുമെന്റ് വെക്കണമെന്ന് നീതി ആയോഗ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അടിസ്ഥാനത്തിലുള്ള ഇന്ത്യൻ ശാസ്ത്രീയ സാമ്പത്തിക വ്യവസ്ഥയിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു വികസനം തന്നെയാണ് രാജ്യത്തിന് ആവശ്യം. അത് തീർച്ചയായും ഹരിയുടെയും മറ്റ് കോൺഗ്രസ് നേതാക്കളുടെയും ചിരിയുടെ പിൻബലം ഇല്ലാതെയും ഉണ്ടായിക്കൊണ്ടും ഞങ്ങൾ നേടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാണോ ഇവർക്ക് ഇന്ത്യയിൽ വിശ്വാസം ഉണ്ടാവുന്നത്, ഇന്ത്യൻ എക്കണോമിയിൽ വിശ്വാസം ഉണ്ടാവുന്നത്, ഇന്ത്യൻ ശാസ്ത്രീയതയിൽ വിശ്വാസം ഉണ്ടാവുന്നത്? നമുക്കറിയാം, ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരനില്ല, ഇവിടെ യോഗ, ഇവിടെ ദേശീയ ഒരു ഇതായി വന്നപ്പോൾ യോഗയെ നിരന്തരം കളിയാക്കിയിരുന്ന ഒരു നേതാവുണ്ട് ഇവിടെ. അപ്പോ അതേപോലെ ഇന്ത്യൻ ശാസ്ത്രീയതയെല്ലാം നിങ്ങൾക്ക് എതിർപ്പാണ്. ഇപ്പൊ കോൺഗ്രസിനും അത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടി ചേർന്നുകൊണ്ട് അതിനെയും എതിർപ്പായിരിക്കുന്നു. ഇത് മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യക്കാരുടെ ഇന്ത്യൻ സിസ്റ്റത്തിലും വിശ്വസിച്ചുകൊണ്ട് ഉള്ള ഒരു മുന്നേറ്റമാണ് നല്ലത്.